നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഒരു വിധിയെ കേരളം ഇത്രത്തോളം അവിശ്വസിച്ച മറ്റൊരു സംഭവം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 6 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ഈ കുറ്റകൃത്യത്തിന് അവരെ പ്രേരിപ്പിച്ചു എന്ന് കരുതുന്ന ദിലീപ് അടക്കമുള്ളവരെ കോടതി കുറ്റവിമുക്തരാക്കി. പൾസർ സുനി എന്ന കൊടും ക്രിമിനലടക്കം 6 പ്രതികൾ ചേർന്നാണ് ഈ കൊടും ക്രൂരത നടപ്പാക്കിയത്. പക്ഷേ മറ്റുള്ളവരിൽ നിന്നും പണം വാങ്ങി ഗുണ്ടാപ്പണി നടത്തുന്ന ഇവർ ആർക്കു വേണ്ടിയാണ് ഈ കൊടും ക്രൂരത ചെയ്തത്? ആ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. പെട്ടെന്നൊരു നാൾ ഒരു ഗുണ്ടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ തോന്നിയ ഒരു തോന്നലിൽ നിന്നുണ്ടായ കുറ്റകൃത്യമല്ല ഇതെന്ന് സാമാന്യ യുക്തിയുള്ള ആർക്കും ബോധ്യമാകും. അതുകൊണ്ട് തന്നെയാണ് കേരളം ഈ വിധിയിൽ അവിശ്വസിക്കുന്നത്. നടി നടുറോഡിൽ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തോന്നലുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും അത്രത്തോളം ആളുകളാണ് വിധിയിൽ അവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. പൊതു നിരത്തുകളിലടക്കം പരസ്യ പ്രതിഷേധങ്ങളുണ്ടായി. 2017 ഫെബ്രുവരി 17 രാവു പുലർന്നപ്പോൾ കേരളം ഞെട്ടലോട് ആദ്യം കേട്ട വാർത്ത. പിന്നീട് തുടർ ഞെട്ടലുകളുടെ ഒട്ടേറെ കൊടും ക്രൂരതയുടെ വാർത്തകൾ പിന്നാലെ വന്നു. 8 വർഷത്തോളം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. അപ്പോഴും അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് വിശ്വസിക്കുന്നു നല്ലൊരു വിഭാഗം ജനങ്ങൾ. എന്തുകൊണ്ടാവും ഇങ്ങനെ ഒരു വിധിയിൽ, കോടതി വിധിയിൽ ജനങ്ങൾക്ക് ഇത്രത്തോളം അവിശ്വാസം തോന്നാൻ കാരണം? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്നും. ശ്രീ കുഞ്ഞഹമ്മദ്, രാവിലെ വോട്ടൊക്കെ ചെയ്തോ? നമസ്കാരം സാറേ. നമസ്കാരം. വോട്ടൊക്കെ ചെയ്തോ? വോട്ട് 8 മണിക്ക് 8 മണിക്ക് വരെ ചെയ്തില്ലേ? ഓക്കെ, ശരി. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ബാക്കിയുള്ള ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തോണ്ടിരിക്കും. ശരി. കേരളത്തിലെ 22 ആളെ വരെ എടുത്ത് കൊണ്ടുപോയി ചെയ്തിരിക്കും. ശരി, ഓക്കെ. എന്തായാലും കേരളത്തിൽ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വിധിയിൽ കുറ്റകൃത്യം നേരിട്ട് ചെയ്ത 6 പേർ കുറ്റക്കാരാണെന്നും മറ്റുള്ള ദിലീപ് അടക്കമുള്ളവരെ കുറ്റവിമുക്തരായും കോടതി വിധി പ്രഖ്യാപിച്ചു. പക്ഷേ കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും ആ വിധിയിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്ന മട്ടിൽ നിൽക്കുകയാണ്. പ്രതിഷേധങ്ങൾ പരസ്യമായി പോലും ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്? ഈ കാര്യത്തിൽ എനിക്ക് പറയാൻ അതിജീവിതക്കൊപ്പമാണ്. കാരണം ഇത്ര ക്രൂരമായ ഹീനകൃത്യം ചെയ്ത ദിലീപ് ഇപ്പൊ പടിക്ക് പുറത്താണല്ലേ, അഴുത്തായിക്കില്ല. എത്രയും പെട്ടെന്ന് സർക്കാർ അപ്പീൽ പോയിട്ട് ഈ ക്രൂരകൃത്യം ചെയ്ത ദിലീപിനെ അകത്താക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. 1.5 കോടി ഉറുപ്പ്യ പൾസർ സുനിക്ക് കൊടുത്തിട്ട് ചെയ്യിച്ച പണിയായി ദിലീപ്. കേരളം ഒന്നാകെ നോക്കിക്കാണുന്ന ഒരു രംഗമായിരുന്നു. എല്ലാവരും ഈ വിധി കേട്ട് ഞെട്ടിപ്പോയി. അതായത് കുറ്റം ചെയ്തവ പുറത്ത് ഇങ്ങനെ ബലസിന്റെ ആളും നീട്ടി നടക്കുക. ശക്തമായിട്ട് സർക്കാരിൽ ഇടപെടണമെന്ന് എനിക്ക് പറയാനുണ്ട്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ശരത്താണ് ബാലരാമപുരത്തു നിന്നാണ്. ശ്രീ ശരത്ത്, കേരളത്തിൽ അടുത്ത കാലത്തൊന്നും ഒരു കോടതി വിധി ഉണ്ടാകുമ്പോൾ ആ കോടതി വിധിയിൽ കുറ്റക്കാർക്ക് ശിക്ഷ കിട്ടുമ്പോൾ പോലും ജനം അവിശ്വസിക്കുകയാണ്. ജനത്തിന് അങ്ങനെ ഒരു വിധിയിൽ വിശ്വാസമില്ലാത്ത അവസ്ഥ, പരസ്യമായി പ്രതിഷേധങ്ങളടക്കം ഉണ്ടാവുന്ന അവസ്ഥ. എന്തുകൊണ്ടാവും അങ്ങനെ നടിക്കൊപ്പം നിൽക്കുന്ന കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ഇങ്ങനെ ഒരു അവിശ്വാസം പ്രകടിപ്പിക്കുന്നത്? ആദ്യം സിനിമയിലൊരു നടി ആക്രമിക്കപ്പെട്ടു എന്നൊരു വാർത്ത ആണ് നമ്മൾ ചാനലിലും പത്രത്തിലും എല്ലാം അറിയുന്നത്. സിനിമാ താരം അതിന് പങ്കുണ്ടെന്നുള്ളൊരു വാർത്ത വന്നു. പക്ഷെ അത് ഏറ്റവും അവസാനം ഈ പറയുന്ന താരത്തിലോട്ട് തന്നെ വന്നത്. ഇത് ശരിക്കും നിയമത്തിൻ്റെതായ വഴിക്ക് തന്നെ പോണം. നമുക്ക് ഒരു താരത്തെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്തി അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം കേസ് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് അതിനകത്ത് എന്തൊക്കെയാണ് പോരായ്മകൾ വന്നിട്ടുള്ളതെന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കേസ് നിയമപ്രകാരം കോടതിയിലെത്തി അതിന്റെ അന്തിമ വിധിയാണല്ലോ വന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ പറയുന്ന 2 താരങ്ങൾ, ഇപ്പോ ഈ പറഞ്ഞിരിക്കുന്ന 2 താരങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന താരങ്ങളാണ്. അപ്പോ വിധി ഒന്നുകൂടെ ഒന്ന് പുനഃപരിശോധിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. 2 താരങ്ങൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട താരങ്ങളാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശരി. ശ്രീ പ്രേമനാണ്, പിണറായിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രേമൻ, താങ്കൾ രാവിലെ വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞോ? വോട്ടെല്ലാം ചെയ്ത് മുഖ്യമന്ത്രിയുടെ കൂടെ തന്നെ വോട്ട് ചെയ്ത്. മുഖ്യമന്ത്രിയുടെ അതേ ബൂത്തിൽ തന്നെയാണോ താങ്കളുടെ? അതേ ബൂത്തിൽ തന്നെ വോട്ട് ചെയ്ത്.
ശരി, ഓക്കെ. മുഖ്യമന്ത്രി പോയ സമയത്ത് തന്നെയാണോ താങ്കൾ വോട്ട് ചെയ്യാൻ പോയത്? അതെ, മുഖ്യമന്ത്രിയുടെ കൂടെ തന്നെ പോയി. മുഖ്യമന്ത്രി നമ്മുടെ വീട്ടിന്റെ അടുത്തായിരുന്നു പിന്നെ ബൂത്ത്. ശരി, അപ്പ- മുഖ്യമന്ത്രിയുടെ അപ്പോ അവിടെ അയൽക്കാരനാണല്ലേ? തന്നെ അയൽക്കാരൻ. അതെ, ഇവിടുന്ന് 1 കിലോമീറ്റർ, മുഖ്യമന്ത്രിയുടെ വീടുമായിട്ട് നമ്മൾ 1 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. ശരി, ഓക്കെ. എന്തായാലും ശ്രീ പ്രേമൻ, അപ്പോൾ ഈ കേരളത്തിൽ ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ഒരു വിധി ഉണ്ടാവുകയും ആ കുറ്റകൃത്യം ചെയ്ത 6 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ദിലീപ് അടക്കമുള്ളവരെ കോടതി കുറ്റവിമുക്തരാക്കുകയും ചെയ്യുന്നു. ഇങ്ങനൊരു വിധിയെ വലിയൊരു വിഭാഗം ജനങ്ങൾ അവിശ്വസിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ വഴിയും അതോടൊപ്പം തന്നെ പൊതുനിരത്തുകളിലടക്കം പ്രകടനമടക്കം നടത്തുന്ന ഒരു അവസ്ഥയും ഒക്കെ ഉണ്ടാവുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്? തീർച്ചയായും ഈ വിധി കേട്ട ഉടനെ ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. കാരണം എന്താന്ന് പറഞ്ഞാല് ഈ കുറ്റകൃത്യം ചെയ്യിപ്പിച്ച ആള് പിന്നെ ശിക്ഷിക്കപ്പെടാതെ പോയി എന്ന് കണ്ടതോടുകൂടി വളരെ വേദനയോടുകൂടിയാണ് ആ വിധി പ്രസ്താവന കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഗവൺമെന്റ് അപ്പീൽ പോകണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട്, കാരണം എന്താന്ന് പറഞ്ഞാല് പിന്നെ ദിലീപിന് നീതി കിട്ടിയെന്ന്. അത് അത്തരത്തിലുള്ള ആളുകൾ സ്ത്രീപക്ഷത്തോ അല്ലെങ്കിൽ പിന്നെ ഈ കുറ്റവാളികൾ കൂടിയോ എന്നുള്ളത് സംശയിക്കേണ്ട രീതിയിലാണ് നമ്മൾ പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ പൊതുരംഗത്ത് നിന്ന് തന്നെ മാറി നിൽക്കണം. കാരണം പറഞ്ഞാല് സ്ത്രീ വിരുദ്ധരായിട്ടുള്ള ഇത്തരം ആളുകൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് തന്നെ നമ്മുടെ നാടിന് അപമാനകരമാണ് എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഗവൺമെന്റ് അപ്പീൽ പോകണം. ഇരക്ക് നീതി കിട്ടണം. അതിനുവേണ്ടി ഗവൺമെന്റ് ഏതറ്റം വരെയും പോകണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ശരി, എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ നടിയാക്രമിക്കപ്പെട്ട കേസ് കേരളം ഇത്രത്തോളം ചർച്ച ചെയ്യുകയും ഞെട്ടുകയും ഒക്കെ ചെയ്ത ഒരു കേസായിരുന്നു. കേരളത്തിൽ വലിയ തോതിൽ വലിയ വികാരമൊക്കെ ഉണർന്ന ഒരു കേസുമൊക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ വിധി വന്ന് 6 പേർ കുറ്റകൃത്യം ചെയ്ത 6 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടും ജനത്തെ സംബന്ധിച്ച്, നല്ലൊരു വിഭാഗം ജനത്തെ സംബന്ധിച്ച് ഇപ്പോഴും വിധിയിൽ കടുത്ത അവിശ്വാസം നിൽക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും ഉണ്ടാവുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. ഭയങ്കര വേദനയായിട്ട് ഈ വിധി കേട്ടപ്പം സഹോദരി അല്ലെങ്കിൽ നമുക്കൊരു മോക്ക് വന്ന അതേപോലെ ഫീലിംഗ്, ഭയങ്കര വിഷമം. ഇതിന് ശിക്ഷ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ ഈ ജഡിച്ച് എന്തോ പൈസ എന്തോ വായിച്ചിരിക്കണം. കറക്റ്റ് ആണ്. അല്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല മഹി. അങ്ങനെ നമുക്ക് വിശ്വാസമില്ല, നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം നമ്മൾ പറയുന്നത് ശരിയല്ല. അടച്ചിട്ട മുറി മഹി, അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എനിക്കോ താങ്കൾക്കോ അറിവില്ലാത്ത ഒരു കാര്യം, താങ്കൾക്ക് ഉത്തമ ബോധ്യമൊന്നുമില്ലാത്ത ഒരു കാര്യം താങ്കൾ അങ്ങനെ പറയുന്നത് ശരിയല്ല. ആ പ്രസ്താവന പിൻവലിക്കണം. താങ്കൾക്ക് വിധിക്കെതിരെ ശ്രീ മഹി ഒന്ന് കേൾക്കൂ. വിധിക്കെതിരെ താങ്കൾക്ക് സംസാരിക്കാം, അതിന് യാതൊരു കുഴപ്പവുമില്ല. താങ്കൾ വിധിയെ വിമർശിക്കാം, അതിന് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ അതിന് പണം വാങ്ങിയെന്ന് താങ്കളുടെ കയ്യിൽ തെളിവ് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു തെളിവുമില്ലാത്ത അന്തരീക്ഷത്തിൽ നിന്നുള്ള ആരോപണങ്ങൾ പറയരുത്, അത് ശരിയല്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ, അത് ശരിയല്ല. അങ്ങനെ പറയാൻ ഞങ്ങൾ അതിന് താല്പര്യമില്ല. താങ്കൾ അത്തരം ആക്ഷേപങ്ങൾ കേൾക്കാൻ വേണ്ടിയല്ല. ഗൗരവമായ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ താങ്കൾ അവിടെ ഇവിടെയും കേട്ട സാധനങ്ങൾ നമുക്ക് അടുത്ത പ്രേക്ഷകരിലേക്ക് പോകാം. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. അതിനു മുമ്പ് തന്നെ പ്രേക്ഷകരെ കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ്, വിധിക്കെതിരെ നിങ്ങൾക്ക് വിമർശനങ്ങളുണ്ടെങ്കിൽ അത് പറയാം. അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യാൻ തന്നെ എടുത്തത്. കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങൾ അവിശ്വസിക്കുന്നുണ്ട്. അത് ഇരയ്ക്ക് നീതി കിട്ടിയില്ല, അതിജീവിതയ്ക്ക് ഇപ്പോഴും നീതി കിട്ടിയില്ല എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുത്തത്. ആ വിഷയത്തിൽ കുറിച്ച് എത്ര രൂക്ഷമായ വിമർശനങ്ങൾ വേണമെങ്കിലും അവതരിപ്പിക്കാം. പക്ഷേ അതിന് പകരം പണം വാങ്ങിയിട്ടാണ്, മറ്റേത് വാങ്ങിയിട്ടാണെന്ന് നമ്മുടെ കയ്യിലാരും തെളിവില്ല അങ്ങനെ പറയാൻ. അല്ലെങ്കിൽ കൃത്യമായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് കോടതിയെ അറിയിക്കുക. അതില്ലാതെ അന്തരീക്ഷത്തിൽ കേട്ട വിവരങ്ങൾ, അപവാദങ്ങൾ, അത്തരം കഥകൾ ദയവ് ചെയ്ത് ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളായി ഒരു പൊതുവേദിയിൽ പറയരുത്. അത് ശരിയല്ല, അത് മാന്യതയല്ല, അത് നിരക്കുന്നതല്ല, ഇതിൻ്റെ ഒരു ചർച്ചയ്ക്കിടെ അന്തസ്സിന് പോലും നിരക്കുന്നതല്ല എന്നത് കൃത്യമായി തന്നെ അറിയിക്കുകയാണ്. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ ഷാജി, 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുമ്പോഴും ദിലീപ് അടക്കമുള്ളവർ കുറ്റവിമുക്തരാണെന്ന് കണ്ടെത്തുമ്പോഴും സാധാരണഗതിയിൽ കുറ്റക്കാരെ ശിക്ഷിച്ചല്ലോ അല്ലെങ്കിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയല്ലോ എന്ന് തോന്നുന്നതിന് പകരം കേരളത്തിലെ നല്ലൊരു വിഭാഗം ജനവും ഇപ്പോഴും അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല, ആരാണ് ഈ കൊട്ടേഷന് വേണ്ടി ഇവരെ പറഞ്ഞു വിട്ടത്, അവരിപ്പോഴും കാണാമറയത്ത് നിൽക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ അവരിപ്പോഴും രക്ഷപ്പെട്ടു നിൽക്കുന്നു എന്നുള്ള തോന്നൽ ജനത്തിനുണ്ടാവാനുള്ള കാരണം എന്താണ്? സാറേ നമസ്കാരം. നമസ്കാരം. ഞാൻ ഇന്നലെ വാർത്ത കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവമുണ്ട്. അതായത് സ്ത്രീകളൊക്കെ ഈ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുകയാണെന്നും ഉടനെ അതിനെതിരെ പ്രതികരിക്കുമെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ സ്ത്രീകളോട് തന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, സരിത സ്ത്രീയാണല്ലോ, ഉമ്മൻചാണ്ടിയെ ഏത് തരത്തിലാണ് ദ്രോഹിച്ചത്? എന്നിട്ട് അദ്ദേഹത്തിന് നീതിക്ക് വേണ്ടിയിട്ട് പിന്നെ നീതി കിട്ടിയല്ലോ, അദ്ദേഹത്തിന് കോടതിയിൽ നീതി കിട്ടിയല്ലോ. ജഡ്ജിയാണ് അന്വേഷിച്ചത്, അല്ല പോലീസുകാർ അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, CBI അന്വേഷിച്ചു, അവസാനം റിട്ടയർ ആയ ജഡ്ജിയെ കൊണ്ട് അന്വേഷിച്ചു. അദ്ദേഹം കുറ്റക്കാരനായിരുന്നില്ലല്ലോ. ഈ സ്ത്രീകളൊക്കെ എവിടെ പോയി?
സരിതാ നായരാണ് കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞപ്പോ എവിടെ പോയി ഈ സ്ത്രീകള്? അതിന്റെ മറുപടി കൂടി ഒന്ന് പറയണം. അതല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ വിഷയം, അതല്ലോ ശ്രീ ഷാജി ഈ വിഷയത്തിൽ സംസാരിക്കൂ. ഈ വിഷയത്തെ പറ്റി പറയുവാണെങ്കിൽ ദിലീപ് ഇപ്പൊ 8 വർഷം കൊണ്ട് കോടതി കേസ് നടന്ന് ഇപ്പൊ അവസാനം കുറ്റം പിരിച്ചിരിക്കുന്നത് ദിലീപ് കുറ്റമുക്തനാണെന്ന്. 6 പ്രതികളുണ്ടെന്നും 6 പ്രതികൾക്ക് എന്തായാലും ജീവപര്യന്തം ശിക്ഷ ഉറപ്പാണ്. അതായത് ഇപ്പോഴും താങ്കൾക്ക് ആ വിഷയത്തിൽ പറയാൻ താല്പര്യമില്ല എന്ന് കരുതുന്നു. അതുകൊണ്ടാണ് മറ്റു വിഷയങ്ങളിലേക്ക് താങ്കൾ അല്ല ഞാൻ ചോദിച്ചത് അതിനെ പറ്റിയല്ല ഞാൻ അല്ല താങ്കളോട് ചോദിച്ച ചോദ്യത്തിനുണ്ടല്ലോ, താങ്കൾക്ക് ഒന്നുകിൽ ആ കാര്യത്തിൽ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ എങ്ങനെ വേണമെങ്കിലും മറുപടി പറയാമല്ലോ. അതിൽ നിന്ന് സമർത്ഥമായി ഇങ്ങനെ ഒഴിഞ്ഞു മാറേണ്ട കാര്യമില്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞതിന്റെ കാരണം കാരണമൊന്നുമില്ല. കാരണം താങ്കൾക്ക് അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് കേൾക്കുന്ന ഏത് മനുഷ്യനും അനായാസം മനസ്സിലാവും. ആരാണ് ഏത് കേസിലും പ്രതി ഇര, അവർക്കൊപ്പമാണ് ഞങ്ങൾ. അതാ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ശ്രീ ഷാജി. അത് ഷാജിയുടെ പക്ഷം ഏതാണെന്നൊക്കെ കൃത്യമായി മനസ്സിലാവുന്നു. പക്ഷേ കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞില്ലല്ലോ താങ്കൾ അത് പറയരുതെന്നോ പറയണമെന്നോ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഇന്ന അഭിപ്രായം പറയണമെന്ന് താങ്കളോട് ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. താങ്കൾ ഏതെങ്കിലും ഒരു അഭിപ്രായം പറയണോ, അല്ല അവിടെ ഇവിടെയും തൊട്ട് പറയരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ ഈ അതിജീവിതയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കാം, സുപ്രീം കോടതിയെ സമീപിക്കാം. അത് താങ്കൾ പറയണ്ട, അത് അവര് ചെയ്തോളും. ശരി. ശ്രീ രാമകൃഷ്ണനാണ്, കണ്ണൂരിൽ നിന്നാണ്. ശ്രീ രാമകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ അടുത്ത കാലത്തൊന്നും ഒരു വിധി ഉണ്ടാകുമ്പോൾ ആ വിധിയിൽ 6 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ഒരു വിധിയായിട്ട് പോലും ആ വിധിയിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ അവിശ്വസിക്കുകയാണ്. വിധിയിലുള്ളൊരു വിശ്വാസം, പ്രത്യേകിച്ച് നീതിന്യായ വ്യവസ്ഥയിലുള്ള ആ വിശ്വാസം പോലും ആളുകൾ അവിശ്വാസം പ്രകടിപ്പിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്? സാറേ, സത്യമാണ്. ബഹുഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ ജനങ്ങളും ഈ ഇരക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വിശ്വാസം തന്നെയാണുള്ളത്. അത് നമ്മുടെ കോടതിയുടെ വേണ്ടത്ര അതിന്റെ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതോ അതിവിദഗ്ധരായിട്ടുള്ള വക്കീലന്മാരുടെ രാമപിള്ള സാറിനെ പോലുള്ള ആളുകളുടെ പ്രാഗൽഭ്യം അതൊക്കെ കൊണ്ടായിരിക്കും. പക്ഷെ ഇനി മേൽക്കോടതിയുണ്ട്. നീതി തീർച്ചയായിട്ടും ഇരക്ക് ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. ബഹുഭൂരിപക്ഷം ഇന്ന് നീതി കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരുമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ കോടതിയുടെ നടപടിക്രമങ്ങളാണല്ലോ. അപ്പം മേൽക്കോടതി ഉണ്ട്, തീർച്ചയായിട്ടും നീതി ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ രാമകൃഷ്ണൻ. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകാം. സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, ഇപ്പോൾ കുറ്റകൃത്യം നടപ്പാക്കിയ ആളുകൾ അവർ ശിക്ഷിക്കപ്പെട്ടു, അവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. പക്ഷേ അങ്ങനെ ഒരു ഗുണ്ടകൾ കൊട്ടേഷൻ സംഘം അവർ പെട്ടെന്നൊരു ദിവസം ആലോചിച്ച് എന്നാൽ ഒരു നടിയെ നമ്മളൊന്ന് പീഡിപ്പിച്ചേക്കാം, അതുകൊണ്ട് കാറിൽ തന്നെ ആവട്ടെ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു വെക്കാം എന്ന് കരുതി പോകുന്നതല്ലോ. അവരെ ആരെങ്കിലും ആ കുറ്റകൃത്യത്തിന് അവൻ മറ്റാരുടെയെങ്കിലും കൊട്ടേഷൻ വാങ്ങിയോ അല്ലെങ്കിൽ അത്ര ഏതെങ്കിലും ആരുടെയെങ്കിലും ഒരു നിർദ്ദേശപ്രകാരമായിരിക്കുമല്ലോ അവർ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടത്. അവർ ഇപ്പോഴും ഇതിന് പുറത്തു നിൽക്കുകയാണ്. അതുകൊണ്ടാണോ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഈ ഒരു വിധി വരുമ്പോഴും വലിയൊരു വിഭാഗം ജനം ഈ വിധിയിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്നത്? ഇത് നമ്മള് മുൻകൂർ തന്നെ ഒരാളെ ആരാണ് ദിലീപിനെ നമ്മൾ തീരുമാനിച്ചു. ദിലീപാണ് ഇതിന്റെ കൊട്ടേഷൻ കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ദിലീപിന് ശിക്ഷ കിട്ടിയില്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും അത് ദിലീപിന് ശിക്ഷ കിട്ടിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും കൊട്ടേഷൻ ഏറ്റെടുത്തത് ഗൂഢാചരണ കേസിൽ ഏതെങ്കിലും ഒന്ന് തെളിയിച്ചിട്ടുണ്ടോ കേരളത്തില്? ഒന്നുമില്ല. നമുക്കറിയാം ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതക കേസ് പോലും തെളിയിച്ചിട്ടില്ല. ഗൂഢാചരണ കേസ് തെളിഞ്ഞ് ഇന്ന് വരെ വന്നിട്ടില്ല. അപ്പം ദിലീപിനെ മുൻകൂർ തന്നെ ദിലീപാണിത്. പോലീസ് FIR തയ്യാറാക്കിയതിന്റെ പേരിലല്ലേ? ഞാൻ പോൾ മുത്തൂറ്റ് കേസില് അന്ന് കത്തി എന്നൊരു കത്തി ഉണ്ടായിരുന്നു. അതെവിടെ പോയി? പിന്നെ പോലീസ് കൊടുക്കുന്ന FIRലാണ് ഇതൊക്കെ തെളിവ് വരുന്നത്. എന്നിട്ട് ഇവർ കൊടുത്തു, എല്ലാ എവിഡൻസും കൊടുത്തു. പിന്നെ സെഷൻ കോടതി അത് തള്ളിയില്ലേ? നമ്മൾ ഹയർ ഇതിൽ പോണം, അപ്പീൽ പോണം, അങ്ങനെ പോവാം. പക്ഷേ മാധ്യമങ്ങളും മറ്റുള്ളവരും കൂടെ ദിലീപിനെ ഒരു ടാർഗറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എന്റെ ഇത്. പിന്നെ നേരത്തെ ഒരു പ്രേക്ഷകൻ പറയുന്നത് സന്തോഷ് ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്, ദിലീപിനെ പോലെ ഒരാൾ ഇപ്പോൾ കോടതി കുറ്റവിമുക്തനാക്കുന്നത് വരെ ദിലീപിനെ പോലെ ഒരാൾ ഇതിൽ പ്രതിയാണ് എന്ന് കരുതിയിരുന്നു കേരളം. ആ പ്രതി ചേർക്കപ്പെട്ടിരുന്നു. സ്വാഭാവികമായും അങ്ങനെ ഒരാൾക്കെതിരെ വരുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഉറച്ച് അതിജീവിതയ്ക്കൊപ്പം നിലപാട് സ്വീകരിക്കില്ലേ? അങ്ങനെ ഒരു നിലപാടല്ലേ? അല്ലാതെ ഞങ്ങൾ ഈ കുറ്റവാളിയായിട്ട് കുറ്റാരോപിതനായി നിൽക്കുന്ന ദിലീപിനൊപ്പം നിൽക്കണോ കേരളത്തിലെ മാധ്യമങ്ങൾ? അത് എന്ത് ന്യായമാണ്? നിങ്ങൾ കുറ്റവാളിയായിരിക്കുന്ന ദിലീപിനൊപ്പം നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സെഷൻ കോടതി ദിലീപ് കുറ്റക്കാരനല്ല എന്ന് വിധിച്ചു. കണ്ടു, അത് കുറ്റക്കാരനല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ദിലീപിനെ ആക്രമിക്കാൻ പോയോ? നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ ദിലീപ് കുറ്റക്കാരനാണെന്ന്?
കേരളത്തിൽ ഒരാളെ പ്രതി ചേർക്കുമ്പോൾ വാർത്ത കൊടുക്കുന്നത് ഈ വിധി വന്ന എന്നാൽ പിന്നെ കോടതിയുടെ വിധി വന്ന ശേഷം വാർത്ത കൊടുത്താൽ മതി എന്ന് തീരുമാനിക്കണം. അല്ല സാറേ, നമ്മളെ കയ്യിൽ എന്ത് തെളിവുണ്ടോ? തെളിവുകൾ വെച്ചിട്ടാണോ കോടതി? ഇന്ത്യയിൽ ഒരാൾക്കെതിരെ സന്തോഷിനെതിരെ കേസ് വരുന്നു. കേസ് വരുമ്പോൾ സ്വാഭാവികമായും ആ കേസ് വരുന്നതിനെതിരെ വാർത്തകൾ നൽകും. ആ കേസിന്റെ അടിസ്ഥാനം നാളെ സന്തോഷിനെ കുറ്റമുക്തനാക്കിയാൽ കുറ്റമുക്തനാക്കി എന്ന് നൽകും. ദിലീപിനെ കുറ്റമുക്തനാക്കിയ വാർത്ത കേരളത്തിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ മറച്ചു വെച്ചോ അല്ലെങ്കിൽ വളരെ ചെറുതായി നൽകിയോ? ഇല്ലല്ലോ. അവരെല്ലാവരും വളരെ വിശാലമായി തന്നെ ആ വാർത്ത നൽകി. അതിന് സംശയമൊന്നുമില്ല. അത് ഓക്കെ, മറച്ചു വെച്ചില്ല മാധ്യമങ്ങൾ, കുറ്റവിമുക്തനാക്കി. ദിലീപിനെ ആക്രമിച്ചു എന്നൊക്കെ പറയുന്നതിനകത്ത് എന്താണ് കാര്യം? പക്ഷെ വീണ്ടും അതിപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും ആളുകൾക്ക് ഞാനൊരു സന്തോഷ കാര്യം ചോദിക്കട്ടെ, 6 പേർ ചേർന്ന് ഈ കുറ്റകൃത്യം നടപ്പാക്കിയെന്ന് പറയുന്നു. ഈ കുറ്റകൃത്യം നടപ്പാക്കിയ 6 പേരും ഗുണ്ടകളാണ്. അവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. അവർക്കൊരു സുപ്രഭാതത്തിൽ എന്നാ ഒരു നടിയെ ആക്രമിച്ചേക്കാം എന്ന് പറഞ്ഞ് പോയതൊന്നും അല്ലല്ലോ. അതൊക്കെ സാമാന്യ യുക്തിയുള്ള ഏത് മനുഷ്യനും മനസ്സിലാവും. ഇവർക്ക് പിന്നിൽ മറ്റാരോ ഉണ്ട്. അത് ദിലീപ് അല്ലെങ്കിൽ മറ്റാര് എന്നാ കണ്ടുപിടിക്കണ്ടേ? ദിലീപ് അല്ല എന്ന് ഇപ്പോൾ കോടതി പറയുന്നു. എങ്കിൽ അത് ശരി. ഇനി തെളിവിന്റെ അഭാവത്തിൽ വിട്ടതാണോ, ദിലീപ് അല്ലെന്ന് കോടതിക്ക് തെളിഞ്ഞിട്ട് വിട്ടതാണോ എന്നൊക്കെ നാളെ വിധി പൂർണ്ണമായും വരുമ്പോൾ നമുക്കറിയാം. എന്തായാലും അത് പോട്ടെ. എന്നാലും ആരെങ്കിലും ഇല്ലാതെ ഇവർ സ്വമേധയാ തീരുമാനിച്ചു പോയി ഒരു കുറ്റകൃത്യം നടപ്പാക്കുന്നൊന്നും അല്ലല്ലോ. അതെ സാർ, ഇവർ സ്വമേധയല്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തെളിവ് കൊണ്ടുവന്ന് ഹാജരാക്കിയിട്ട് അത് സെഷൻ കോടതി അല്ല ഹൈക്കോടതിയിലും പോയി ദിലീപിന് ശിക്ഷ മേടിച്ചു കൊടുക്കണം. അതാണ് എന്റെ അഭിപ്രായം. പക്ഷേ ദിലീപിനെ നമുക്ക് തെളിവില്ല, നമ്മൾ മുൻകൂട്ടി തന്നെ ദിലീപാണ് കുറ്റക്കാരനെന്ന് തീരുമാനിച്ച് ഇത് ഇങ്ങനെ ജനങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എനിക്കറിയാത്തത്. പിന്നെ ഒരു കാര്യം, നേരത്തെ ഒരു പ്രേക്ഷകൻ പറയുന്നത് കേട്ടു, പിന്നെ സർക്കാർ പിന്നെ കോൺഗ്രസിന്റെ കാര്യത്തിൽ അയാൾ പറഞ്ഞത് ഇരയുടെ കൂടെ അല്ല എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, മുൻ MLA CPM-ന്റെ MLA ഒരു കേസ് വന്നിട്ടുണ്ട്, പീഡന കേസ്. അത് 13 ദിവസമായി അത് പുറത്തു വന്നിട്ടില്ല. ഇപ്പൊ മാധ്യമങ്ങളിലൂടെ എല്ലാം ചർച്ച വന്നപ്പോഴാണ് അത് പുറത്തു വന്നത്. 13 ദിവസമായി. അത് ഇരകളുടെ കൂടെ നിൽക്കുന്ന CPM സർക്കാർ ചെയ്യുന്ന പരിപാടിയാണ്. മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ടായിരുന്നു 2-3 ദിവസം. ഇപ്പൊ പിന്നെ പോലീസ് എന്താ സാർ അത് പറയുമ്പോ സാറിന് എന്താണ് ചർച്ചയ്ക്ക് നിൽക്കാത്തത്? ശരി, ഓക്കെ. താങ്കളുടെ അത് പറയുമ്പോ എന്താണ് സാർ മാർക്സിനെ പറയുന്ന സാറിന്? നമ്മളിപ്പോൾ താങ്കളുടെ അഭിപ്രായം പറഞ്ഞ് ഞാൻ തടസ്സപ്പെടുത്തിയില്ലല്ലോ. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ആ വിഷയമല്ല, അത് മാത്രമേ ഉള്ളൂ. ശ്രീ ഐഷയാണ് പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഐഷ, കേരളത്തിലെ ഈ വിധിയിൽ വിധിയെക്കുറിച്ചുള്ള താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? ശ്രീമതി ഐഷയുടെ ഫോൺ കട്ടായെന്ന് തോന്നുന്നു. ജയരാജാണ് മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജയരാജ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, താങ്കൾ പറഞ്ഞോളൂ. കിരണ, ഇതിനകത്ത് നമുക്കിപ്പോ ഇതിന്റെ വിധിയുടെ പകർപ്പ് ആർക്കും കിട്ടിയിട്ടില്ല. കാര്യം നമ്മൾ ആഗ്രഹിച്ചുള്ള ഒരു വിധിയല്ല വന്നിരിക്കുന്നത്, അത് സത്യമാണ്. പക്ഷെ ഇതിന്റെ ഗൂഢാലോചനക്കാരൻ ഇപ്പോഴത്തെ കണ്ടീഷൻ, ഇന്നലെ വരെ നമ്മൾ വിചാരിച്ച അങ്ങനെയാ ഈ വിധി വരുന്നോണം വരെ. പക്ഷെ വിധി വന്നു കഴിഞ്ഞപ്പോൾ ദിലീപാണെന്ന് നമുക്ക് പറയാനൊക്കെ. ഇതിന്റെ ഗൂഢാലോചന ആരാണ്ടോ നടത്തിയിട്ടുണ്ട്, അവരെ പിടിക്കണം, അത് തെളിയിക്കണം എന്നുള്ളതാണ്. ഇതിപ്പം പ്രോസിക്യൂഷന്റെ കുഴപ്പമാണോ അതോ ഇനി പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗത്തിലുള്ള കുഴപ്പമാണോ എന്നൊക്കെ നമുക്ക് വിധി പകർപ്പ് വന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. പക്ഷെ ഇപ്പോഴും കിരൺ പറയുന്ന പോലെയല്ല, വേട്ടയാടുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്യാനിലേക്കാണ് നേരം വെളുത്ത് എഴുന്നേക്കും പോലെ രാത്രി അടയ്ക്കുന്നതോളം വരെ ദിലീപിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അത് പാടില്ല. എന്നാ ശരി, വിധി വന്നു, ഒരു വിധി വന്നപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ വേണം പോകാൻ. ഇനി അപ്പീൽ പോകണം, അത് നിയമപരമായിട്ട് സർക്കാരും പോകണം, ആ ഇരയും പോകണം, ആ പെൺകുട്ടിയും പോകണം, അപ്പീലിന് പോകണം. അപ്പീലിന് പോയിട്ട് ഇത് സത്യം എന്താണെന്നുള്ള തെളിയണം എന്നുള്ളതിനാണ്. ഇപ്പം കോൺഗ്രസിനകത്ത് കണ്ടില്ല KPCC പ്രസിഡന്റ് പറയുന്നത് കേട്ടോ, എന്തിനു പോകുന്നത്, വേറെ ജോലിയൊന്നുമില്ല, വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇവിടെ നീതി കിട്ടുന്നത്? അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ 2 കേസും കണ്ടില്ലേ, അവനനുകൂലമായിട്ടല്ലേ വിധിച്ചേ. അറസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു രീതിയിലല്ലേ, അറസ്റ്റ് ചെയ്യാൻ അവസരം കിട്ടിയിട്ട് ഈ സർക്കാർ അറസ്റ്റ് ചെയ്തോ? അപ്പൊ ഇവിടെ കേരളത്തിൽ എന്റെ പൊന്നുകിരണെ ആർക്കും ഒരു നീതിയും കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. പിന്നെ അവനവന്റെ ജീവനും സ്വത്തും ഞാൻ പണ്ട് പറഞ്ഞുള്ളൂ, അവനവന്റെ ജീവനും സ്വത്തും അവനവൻ തന്നെ കാത്തു സൂക്ഷിക്കാൻ. പിന്നെ പിള്ളേരോട് പറയാനുള്ള, പെൺകുട്ടികളോട് പറയാനുള്ളത്, അമ്മപെങ്ങന്മാരോടെല്ലാം പറയാനുള്ളത്, നമ്മുടെ ജീവനും സ്വത്തും നമ്മൾ നോക്കുക. ഈ കാണുന്നവന്റെ അമ്മമാരുടെ ഒന്നും പുറകെ കണ്ണും കാലും കാണിക്കുന്നതിന്റെ ഒന്നും അത് പുറ പോകരുത്. അച്ഛനും അമ്മയൊന്നും ഇപ്പൊ കണ്ടില്ലേ, ഈ കഴിഞ്ഞിടെ കണ്ടില്ലേ ഒരു കുട്ടി പാതിരാത്രിക്ക് പോയിട്ട് അതിനെ കല്ലിൽ ഇടിച്ച് കൊന്നില്ലേ? അത് ആരുടെ കുഴപ്പം? അച്ഛനും അമ്മയും വളർത്തി അത്രയും വന്നു കഴിയുമ്പോഴേക്ക് എവനെങ്കിലും ഒരുത്തം കാണിക്കുമ്പോഴേക്ക് അവന്റെ പുറകെ കഞ്ചാവും കയറലും മൈക്കൂരിന്നും അടിച്ച് പോവുക. ബാറി വരെ ആ കൊച്ചു പോയെന്നാ പറഞ്ഞു. ഇങ്ങനെ പോയ പെൺകുട്ടികൾ ഇങ്ങനെ മുന്നോട്ട് പോയി എങ്ങനെ നമ്മൾ എന്നാ ചെയ്യും? ആര് നമ്മളെ രക്ഷിക്കുക? ആരും രക്ഷിക്കുകയില്ല. സ്വയം രക്ഷണം. തന്തയ്ക്കും തള്ളയ്ക്കും പോവും, അല്ലെ അച്ഛനും അമ്മയ്ക്കും പെങ്ങന്മാർക്കും അല്ല ആങ്ങളമാർക്കും പോവും. അവർക്ക് മാത്രം നഷ്ടപ്പെടാനുള്ളൂ. അവനവന്റെ ജീവിതം അവനവൻ സുരക്ഷിതമാക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. വേറെ കൂടുതലത് ആരും പറയാനില്ല. ഒരു സർക്കാരും ഒരു നിയമം, ഒരു കോടതിയും ഒരു പോലീസും രക്ഷിക്കില്ല. അത് ഉറപ്പായി ഇപ്പൊ ഈ കണ്ടുവരുന്നത്, ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടുവരുന്ന വിധികളെല്ലാം അങ്ങനെ തന്നെയാണ്. സങ്കടമുണ്ട് സത്യം പറഞ്ഞാൽ, സങ്കടം.
ഓക്കെ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്നും വിളിക്കുന്നത്. ഫാദർ സാമുവൽ, ഒരു വിധി ഉണ്ടാവുമ്പോൾ ആ വിധിയിൽ 6 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നു, ദിലീപ് അടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്യുന്നു. പക്ഷെ അപ്പോഴും കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ആ വിധിയിൽ ആശ്വാസം കണ്ടെത്തുന്നില്ല, അവർ അവിശ്വസിക്കുകയാണ്. എന്തുകൊണ്ടാണ് അതിജീവിതയ്ക്ക് ഇപ്പോഴും നീതി നിഷേധിക്കപ്പെട്ടുവെന്ന് ആളുകൾക്ക് തോന്നുന്നത്? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഞാന് 3-4 ദിവസമായി ട്രൈ ചെയ്യുന്നത് കിട്ടാറേ ഇല്ല. ഓക്കെ. അത് ആ സങ്കടം ഞാൻ പറയാണ്. കാരണം അതെ, ഞാന് നമ്മളങ്ങനെ ആരെയും സെലക്ട് ചെയ്തെടുക്കുന്നതല്ല ഫാദർ. എനിക്ക് മുമ്പ് കിട്ടിയിരുന്നു, എനിക്ക് മുമ്പ് കിട്ടാറുണ്ട്. ഇപ്പൊ 4-5 ദിവസമായിട്ട് ഞാൻ 100-130 പ്രാവശ്യമൊക്കെ വിളിച്ചാലും കിട്ടാറില്ല. അയ്യോ, അത് സങ്കടമുള്ള കാര്യമാണ്. കാരണം എനിക്ക് നിങ്ങളെ ചാനലിനോട് പ്രത്യേകതയുണ്ട്, നിങ്ങളുടെ ഈ പൊതുവേദിയോടും. കാരണം നിങ്ങൾ പല നല്ല ഞാനുണ്ട് ഇവിടെ ചോദിക്കാന്നുള്ള ഒരു 3-4 വരെയുള്ള പരിപാടി, അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഇനി ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അതിജീവിതയ്ക്ക് പൂർണ്ണമായിട്ടുള്ള നീതി കിട്ടണം, അതാണ് എന്റെ അഭിപ്രായം. ഇപ്പം കിട്ടിയിരിക്കുന്ന പാർഷ്യൽ മാത്രമാണ്. പൂർണ്ണമായ നീതി കിട്ടണമെങ്കിൽ സർക്കാർ ഹയർ കോടതികളിലേക്ക് പോകണം, അപ്പീല് പോകണം. അല്ലാതെ നമ്മൾ ചാനൽ ചർച്ചയിൽ നമ്മൾ ഈ വിഷയം പറഞ്ഞാൽ അവർക്ക് പൂർണ്ണ നീതി കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അഭിപ്രായം പൊതുവികാരം സർക്കാർ അടക്കമുള്ളവർക്ക് ബോധ്യപ്പെടാൻ കൂടി വേണ്ടിയാണ്, എല്ലാവർക്കും ബോധ്യപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 7 മുതൽ 9 വരെയുള്ള എല്ലാ ചാനലും ഞാൻ മാറി മാറി കേൾക്കുന്നതാ. അവിടെയൊക്കെ നടക്കുന്ന എന്താണെന്നറിയാം, വളരെ പ്രാകൃതമായ ഒരു രീതിയാണ്. എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ മുൻനിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയാണ്. ഹലോ, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയാണ്. അത് ഒരിക്കലും നമ്മളെ കേരളത്തിന് ഭൂഷണമല്ല. നമ്മളെ നവകേരളം ഇങ്ങനെയല്ല. കാരണം വെച്ചാൽ ഞാൻ കാണുന്നത് ഇപ്പൊ നമ്മള് UDF LDF എന്ന് പറയുമ്പോൾ UDF വേറെന്ന് പറയും, BJP വേറെന്ന് പറയും. എല്ലാ സ്ത്രീകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാ, ചളിവാരി എറിയ. അത് നമുക്ക് നല്ലതാണോ? ഒരിക്കലും നല്ലതല്ല. സ്ത്രീകളെ മുൻനിർത്തിയിട്ട് അങ്ങോട്ടും ചളിവാരി എറിയുന്ന ആ രീതി നിർത്തേണ്ടത് ആവശ്യമാണ്. രാഷ്ട്രീയക്കാർ നിർത്തണം, ചാനലുകാരും അത് വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. നിങ്ങൾക്ക് ന്യൂസ് കൊടുക്കാം, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ന്യൂസ് നല്ല രീതിയിൽ ന്യൂസ് കൊടുക്കുന്ന ഉത്തരവാദിത്തമാണ്. പക്ഷെ ചാനൽ ചർച്ചയിലൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. കാരണം അവർക്ക് നീതി കിട്ടണം. നടിക്കിവിടെ പൂർണ്ണമായുള്ള നീതി തന്നെ കിട്ടണം, ഒരു സംശയമില്ല. പക്ഷെ അത് അപ്പീൽ കോർട്ടിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാ, പക്ഷേ അത് ഒരിക്കലും അവർക്ക് നീതിയായി തീരുകയില്ല എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ ഫാദർ സാമുവൽ. ശ്രീ സബീനയാണ് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. സബീന, താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കൾ ആ വിധിയിൽ സംതൃപ്തിയാണോ? കിരൺ, സംതൃപ്തിയാണോ എന്ന് കേട്ടാൽ അതിന് വ്യക്തമായിട്ട് ഒരു ഉത്തരം പറയാൻ നമുക്ക് വേറെ 1-2 പോയിന്റ്സ് എടുത്ത് പറയേണ്ടി വരും. ഞാനിതില് 1-2 പോയിന്റ്സ് എടുത്ത് പറയുന്നതെന്ന് വെച്ചാല് 1-2 ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കോട്ട് ചെയ്യേണ്ടി വരും. ഒന്ന്, ഈ ഇടയ്ക്ക് ഞാൻ ഈ കുരീപ്പുഴ ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ ഒരു കവിതയിലുണ്ടായിരുന്നു. എന്നുവെച്ചാല് ഒരു പയ്യൻ അവരുടെ പ്രേമം നിരസിച്ച പെൺകുട്ടിയെ ഒളിഞ്ഞു നിന്ന് കല്ലെറിയുന്നു. കോടതി ആ കുട്ടി കേസുമായിട്ട് പോകുന്നു, കോടതിയെ കല്ലിനെ ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കല്ലുകൾക്കാണ് ഇപ്പൊ ശിക്ഷ കിട്ടിയിരിക്കുന്നത്. എറിഞ്ഞ ആൾക്ക്, ഇത് പ്ലാൻ ചെയ്ത ആൾക്ക്, അത് ആരാണെങ്കിലും. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ വായിക്കാം സബീന. ബസ് സ്റ്റോപ്പിൽ നിന്ന് കോളേജ് യുവതിയെ ഒളിച്ചു നിന്ന് കല്ലെറിഞ്ഞു പൂവാലൻ. നെറ്റിയിലും ഹൃദയത്തിലും മുറിവേറ്റ അവൾ കോടതിയിലേക്ക് ഓടി. കോടതി കല്ലിനെ ശിക്ഷിച്ചു. അതാണ് ആ കവിത. അതെ, അത് എന്നെ ഈ ഇൻസിഡന്റുമായിട്ട് വളരെയധികം ലിങ്ക് ചെയ്ത ഒരു കവിതയായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ജോനാഥൻ സ്വിഫ്റ്റിന്റെ ചില കോട്ടുകളുണ്ട്. അതൊക്കെ ഇവിടെ വളരെ പ്രസക്തമായിട്ട് തോന്നിയിട്ടുമുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഇലാബറേറ്റ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. പിന്നെ ഇപ്പൊ റീസെന്റ് വിഷയം രാഷ്ട്രീയപരമായിട്ട് കൂടെ മാറിയോ എന്നുള്ളത്, ഇതിന്റെ ആ പെൺകുട്ടിയുടെ വിഷയം മാറിയിട്ട് ഇത് വളരെ രാഷ്ട്രീയപരമായിട്ടൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. എന്തിനാണ് അതിനെ രാഷ്ട്രീയപരമായിട്ട് കാണുന്നതെന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ഈ പെൺകുട്ടിക്ക് നീതി കിട്ടുക എന്നുള്ളത് വളരെ ഈ കേരളത്തിന്റെ മുഴുവൻ ആവശ്യമാണ്. ഇപ്പൊ സ്റ്റേറ്റ് ഈ പെൺകുട്ടിക്ക് വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിന്റെ കാശെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ കാശാണ്, നമ്മുടെയൊക്കെ ആവശ്യമാണത്. ഈ കുട്ടിക്ക് അപ്പീൽ പോവുക എന്നുള്ളത് കേരളത്തിന്റെ ആവശ്യമാണ്. കേരളത്തിലെ ആൾക്കാരുടെ നികുതി പണം കൊണ്ടാണ് ഇതിന്റെ പ്രോസിക്യൂട്ടറെയൊക്കെ വെച്ച് ഇതിനു വേണ്ടി വാദിക്കുന്നത്. അപ്പൊ പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് ഗവൺമെന്റ് പ്രോസിക്യൂട്ടർ, ഈ കുട്ടിക്ക് വേണ്ടി പോകുന്ന വക്കീല്
അവർക്ക് ഈ കേസിനെ കുറിച്ച് നന്നായിട്ട് അവർക്ക് അറിയാമെങ്കിലും അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ, എന്ന് വെച്ചാൽ ആ ഒരു കുറ്റം ആരോപിച്ച ആ കുറ്റത്തിലേക്ക് അതിനെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ തെളിവുകൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അത് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് ഒരു ചോദ്യചിഹ്നമാണ്. അത് മാറിയിട്ട് എന്തായാലും വേറൊരു അപ്പെക്സ് കോടതിയിൽ പോവുകയോ എന്താണെങ്കിലും ഇതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും ഈ തെറ്റ് ചെയ്തവർക്ക് ശരിക്കും അവർക്ക് ശിക്ഷ കിട്ടുകയും വേണം. അതിപ്പോ ദിലീപ് ആയിക്കോട്ടെ, ഇനി വേറെ ആരെങ്കിലും ആയിക്കോട്ടെ. ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാരണം പുള്ളിയുടെ കഴിഞ്ഞ ദിവസത്തെ കോടതിയിൽ വന്നിട്ട് വരുന്ന സമയത്തും ഞാൻ ഒരുപാട് നോട്ടീസ് ചെയ്തു. പുള്ളി തിരിച്ചിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് വളരെ ഒരു വീരയോദ്ധാവിനെ പോലെ പോകുന്നതും അടുത്ത് പല റേപ്പ് കൊട്ടേഷൻസും ഉടനെ വരുമോ എന്ന് വരെ ഞാൻ പ്രതീക്ഷിച്ചു. കാരണം അങ്ങനെയായിരുന്നു പുള്ളിയുടെ ഡയലോഗൊക്കെ. ഇത് സിനിമയല്ല, പുള്ളി സിനിമയിൽ അഭിനയിക്കും പോലെയാണ് എനിക്ക് തോന്നിയത്. റേപ്പ് കൊട്ടേഷൻസ് സിനിമയിൽ നിന്ന് വന്നതാണ്. മുമ്പ് ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, മനോജ് കെ ജയൻ അഭിനയിച്ച ഒരു സിനിമയിൽ ഒരു കല്യാണത്തിന്റെ തലേന്ന് ഒരു പെൺകുട്ടിയെ റേപ്പ് കൊട്ടേഷൻ കൊടുത്ത് റേപ്പ് ചെയ്യുന്ന ഒരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് സിനിമയിൽ ഇത് ഉണ്ട്, നേരത്തെ തന്നെ ഉണ്ട്. പക്ഷെ ഇത് പുറത്തേക്ക് അത് എത്തിപ്പെട്ടില്ല. ഈ പെൺകുട്ടിയിലൂടെയാണ് അത് പുറത്തേക്ക് എത്തിയത്. അപ്പൊ ഇതിനൊരു തീരുമാനം സിനിമയ്ക്ക് അകത്തുള്ളവർ എന്തുകൊണ്ട് ഇതിനെ ഒരുപാട് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല? എനിക്ക് തോന്നുന്നു സിനിമയിൽ നേരത്തെ തന്നെ അവർക്കൊക്കെ ഇത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കേസാണ് റേപ്പ് കൊട്ടേഷൻ. നമ്മുടെ പൊതുജന സമൂഹത്തിലാണ് അത് പുതിയതായിരുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇതിനു വേണ്ടിയിട്ട് ഇത്രയധികം സംസാരിക്കുന്നത്. അപ്പൊ സിനിമയിലുള്ളവർ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ളതിന് എനിക്ക് തോന്നുന്നത് അവർക്കിതൊക്കെ എപ്പോഴും സർവ്വസാധാരണമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ ശക്തമാണ്. ശ്രീമതി സബീന തിരുവനന്തപുരത്തു നിന്നാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തു നിന്നും. ശ്രീ ശിവദാസൻ, 6 പ്രതികൾ, പൾസർ സുനി അടക്കം 6 പേർ കുറ്റക്കാരാണെന്നും ദിലീപ് അടക്കമുള്ളവർ കുറ്റവിമുക്തരായുമുള്ള വിധി വരുന്നു. പക്ഷേ അപ്പോഴും കുറ്റക്കാരാണ് എന്ന് 6 പേർ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരെ കോടതി വിധിക്കുമ്പോഴും കേരളം ആ വിധിയെ അവിശ്വസിക്കുന്ന മട്ടിൽ പലരും പ്രതികരിക്കുന്നു. എന്തുകൊണ്ടാവും ഇപ്പോഴും അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്നൊരു തോന്നൽ ആളുകൾക്കുണ്ടാവുന്നത്? നമസ്കാരം. നമസ്കാരം. അനിയ, എനിക്ക് എന്റെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി 8 വർഷക്കാലമായി പല തെളിവുകളും മൊബൈലുകളും റിമാൻഡ് ചെയ്യുകയും സൂക്ഷ്മതയോടെ പരിശോധിക്കുകയും കേരള പോലീസ് എഫ്ഐആർ കറക്റ്റ് തയ്യാറാക്കുകയും ചെയ്ത ആ കേസിൽ കോടതി അദ്ദേഹത്തിനെ വെറുതെ വിട്ടു. എവിഡൻസുകളെല്ലാം എതിരായിരുന്നു. പക്ഷേ കോടതിയെ കുറ്റം പറയുമ്പോൾ ഇനി അപ്പീലിന് പോകാം. അപ്പീലിന് പോകുമ്പോൾ അവിടെയും കുറ്റം തെളിഞ്ഞാൽ അത് ശിക്ഷിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന്റെ 1-ാം പ്രതി എന്ന് പറയുന്നത് മഞ്ജു വാര്യരാണ്. ഇത് ബഹുമാനപ്പെട്ട കോടതിക്കറിയാം. പക്ഷെ അവരെ പേരിൽ ഭരണപക്ഷമോ പ്രതിപക്ഷമോ വാദിയോ പ്രതിയോ അവിടെ ചോദ്യമുനയെ പോലും പറഞ്ഞിട്ടില്ല. കറക്റ്റ് പോയിന്റ് ആണിത്. അത് കഴിഞ്ഞിട്ട് ഒരു സംശയം, ഈ വിഷയത്തിൽ ഏറ്റവും ഉറച്ച നിലപാട് ആദ്യം സ്വീകരിച്ചവരിൽ ഒരാൾ മഞ്ജു വാര്യരാണ്. അവരാണ് ഈ അതിജീവിതയ്ക്ക് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഇക്കാര്യത്തിൽ പൾസർ സുനി എന്ന് പറയുന്ന ഒരാൾ കൊട്ടേഷൻ എടുത്ത് ഗുണ്ടാപ്പണി ചെയ്യുന്ന, ക്രിമിനൽ പ്രവർത്തനം ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് പിന്നിൽ മറ്റൊരാൾ ഉണ്ട്, അത് ആരാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തണമെന്ന ആവശ്യം ആദ്യം ഉന്നയിച്ചതും അവരാണ്. അങ്ങനെ ഉറച്ച നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ അവർ ഒട്ടേറെ സിനിമാ രംഗത്ത് നിന്ന് ഒട്ടേറെ അവർക്ക് കൈപ്പേറിയ അനുഭവങ്ങളടക്കം നേരിടേണ്ടി വരികയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു സ്ത്രീയാണ് ഇതിൽ കുറ്റക്കാരി എന്ന് താങ്കൾ എങ്ങനെയാണ് പറയുന്നത്? അതിൻ്റെ പോയിന്റ് എന്താണ്? ശരി, പറഞ്ഞു സാറ് മനസ്സിലാക്കേണ്ട കാര്യം, ദിലീപ് എന്ന കലാകാരനല്ല, ദിലീപ് എന്ന ഭർത്താവിനെയാണ് മനസ്സിൽ തട്ടി നെഞ്ചുരുവി ദൈവത്തെ പോലെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു, ഒരു മേഡമായിരുന്നു നമ്മളെ മഞ്ജു വാര്യർ. അദ്ദേഹം അങ്ങനെ ഭാര്യ കഴിഞ്ഞ സമയത്ത് കാവ്യമാധവനായിട്ട് സ്നേഹമുണ്ടായി. ആ സമയത്ത് പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടായിരുന്ന സമയത്ത് ഈ മഞ്ജു വാര്യരും ദിലീപും കൂടി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പരസ്പരം സെറ്റിൽമെന്റ് ചെയ്ത് മഞ്ജു വാര്യർ ഡിമാൻഡ് അംഗീകരിക്കാതെ ഡൈവോഴ്സ് ചെയ്യുകയും തിരിച്ചതിനു ശേഷം മഞ്ജു വാര്യർ വിവാഹം കഴിച്ച് പോയതിനു ശേഷം പോലും ദിലീപ് അവരെ വിട്ടില്ല. വീണ്ടും അവരെ വിവാഹം കഴിച്ച് വന്നപ്പോൾ ഒരു ഭാര്യ, ഒരു ഭർത്താവ് എത്ര മോശമായ സ്ത്രീ ആയിരുന്നാലും ഒരു ഭർത്താവിനെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചാൽ ആ സ്ത്രീ ആ പുരുഷനെ ഒരിക്കലും മറക്കൂല. ശ്രീ ശിവദാസൻ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. മനസ്സറിഞ്ഞ് സ്നേഹിക്കോ സ്നേഹിക്കാതിരിക്കോ എന്തെങ്കിലുമൊക്കെ ലോകത്ത് ഒരുപാട് ഭാര്യമാരും ഇവര് മാത്രമൊന്നും അല്ല കേരളത്തിൽ. ഈ താങ്കൾ പറഞ്ഞ കുറ്റക്കാരി ആണ് ഈ മഞ്ജു വാര്യർ എന്ന് പറയാൻ താങ്കളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? അതേപോലെയാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. അത് കറക്റ്റാണ്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യവുമില്ലാതെ ഈ അതിജീവിതയ്ക്കൊപ്പം ഉറച്ച നിലപാട് സ്വീകരിച്ച മഞ്ജു വാര്യർ കുറ്റക്കാരിയാണെന്ന് താങ്കൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അത് പറയൂ. അത്
അവസാനം എനിക്ക് കിട്ടാത്ത സ്നേഹം യവന് പാടില്ല. പിന്നെ അതങ്ങ് താങ്കളങ്ങ് തീരുമാനിച്ചാൽ മതി. എനിക്ക് കിട്ടാത്ത അവർ ഡൈവേഴ്സ് ചെയ്ത് അവർ അന്തസ്സായി ജീവിക്കുകയാണ്. അവർക്ക് ഇങ്ങനെ ഒരാളിൽ നിന്ന് ഒഴിഞ്ഞു പോയതിൽ സന്തോഷമാണ് അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അല്ല അവരെവിടെയും എനിക്ക് അയ്യോ കഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ദുഃഖമൊന്നും അവരെവിടെയും പ്രകടിപ്പിച്ച് ഞങ്ങളാരും കണ്ടിട്ടില്ല. പിന്നെ എന്തിനാണ് സാറേ പിന്നെ താങ്കൾ വെറുതെ ഒരാൾക്കെതിരെ അവർ കുറ്റക്കാരിയാണ് എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഇതിപ്പോ മഞ്ജു വാര്യരാണോ കൊട്ടേഷൻ കൊടുത്തത്? അല്ലല്ലോ. ഇല്ല. ഇത് പിന്നെ എങ്ങനെയാണ് താങ്കളെ അവർ ഒന്നാമത്തെ കുറ്റക്കാരി അവരാണെന്ന് എങ്ങനെയാണ് ശ്രീ ശിവദാസൻ താങ്കൾ പറയുന്നത്? അത് എന്തെന്ന് കേട്ടാല് നമുക്കിരുന്ന് കാണാം. അന്ന് ഈ ദിലീപിന്റെ വിഷയം ആദ്യം ശ്രീ ശിവദാസന് ചുമ്മാ ഇരുന്നപ്പോൾ തോന്നി എനിക്ക് മഞ്ജു വാര്യരാണ് ഇതിൽ ഒന്നാമത്തെ കുറ്റക്കാരൻ. അല്ലാതെ പറയാൻ ഒരു ലോജിക്കലായി പറയാൻ ഒരു പോയിന്റ് പോലും ഇല്ല. പിന്നെ ഉണ്ടെങ്കിൽ പറ. അല്ലാതെ ചോദിക്കാൻ കാരണം ഈ ദിലീപ് ഒരു കോള് വിളിക്കുകയോ ഇവരെ സംസാരിക്കുകയോ ഒരു രൂപ കൊടുക്കുകയോ ഒരു തെളിവ് കോടതി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ശ്രീ ശിവദാസൻ അതൊക്കെ അവിടെ നിൽക്കട്ടെ. തെളിവിന്റെ കാര്യം അതെല്ലാം അവിടെ നിൽക്കട്ടെ. കോടതി തെളിവുകളും സാക്ഷിമൊഴിയൊക്കെ നോക്കി തീരുമാനമെടുക്കുക. അതൊക്കെ അവിടെ നിൽക്കട്ടെ. താങ്കൾ പറഞ്ഞ ഈ മഞ്ജു വാര്യരാണ് കുറ്റക്കാരി എന്ന് പറഞ്ഞത് അതിന് എന്താണ് താങ്കളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എങ്കിലും പറയാനുണ്ടോ? അതാണ് ഞാൻ പോയിന്റ് പറഞ്ഞത്. വിവാഹബന്ധം വേർപെട്ട് പുറത്തു പോകുന്ന ആളുകളെല്ലാം മുൻ ഭർത്താവിനെതിരെ ഇങ്ങനെ ചെയ്യുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഞാൻ പിന്നെ മാറ്റി നിർത്തി അവർക്ക് അതിന് ആനന്ദം കൊള്ളണം. അത് അവര് ഈ ഒറ്റ വർഷം കൊണ്ട് അദ്ദേഹത്തെ കൊന്നൊടുക്കി അദ്ദേഹത്തെ എല്ലാം നശിച്ചു. ഇനി അദ്ദേഹം ഒരു ബോഡി മാത്രം ജീവൻ ഉണ്ടെന്ന് കാര്യം. ശരി ശിവദാസൻ, ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ മിനിമം ആരോപണത്തിന് ലോജിക്കലായി പറയാൻ എന്തെങ്കിലും ഒരു പോയിന്റ് വേണം. അല്ലാതെ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി അതുകൊണ്ട് ഭർത്താവിനെതിരെ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞതിനകത്ത് എന്താണ് കാര്യം? ശരി ശിവദാസൻ, ശരി നടക്കട്ടെ. താങ്കൾ സ്വസ്ഥമായിരുന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ എന്ന്. ശ്രീ സുരേഷനാണ് മലപ്പുറത്ത് നിന്നാണ്. ശ്രീ സുരേഷൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളം ഇത്രത്തോളം അവിശ്വസിച്ച മറ്റൊരു വിധി, അത്രത്തോളം വ്യാപകമായ രീതിയിലേക്ക് ആ വിധിക്കെതിരെ പ്രതിഷേധങ്ങളടക്കം ഉയരുന്ന ഒരവസ്ഥ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്? അല്ല സാറേ, ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണെന്നുള്ള അറിയില്ല. മഞ്ജു വാര്യരെ കുറ്റപ്പെടുത്തിയിട്ട്. കാരണം അവര് തീരെ ബുദ്ധിയില്ലാത്ത സംസാരമാണ് സംസാരിക്കുന്നത് അദ്ദേഹം. എന്ത് സംസാരം സംസാരിച്ചില്ല അയാൾ? എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെയൊക്കെ പറയുന്നത്? കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും രേഖ വേണ്ടേ? ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവരെ തന്നെ കട്ട് ചെയ്യേണ്ട കോളാണത്. അവര് എന്തടിസ്ഥാനത്തിൽ അങ്ങനെ പറയുന്നത് മഞ്ജു വാര്യർ കൈയുണ്ടെന്ന്? അത് പോട്ടെ, പുള്ളിക്ക് അങ്ങനെ തോന്നി. ഞാൻ അദ്ദേഹത്തോട് മറുപടി നൽകി. ഇവരില്ലാത്ത സംസാരം സംസാരിക്കുന്ന അദ്ദേഹം അങ്ങനെ. അതായത് ഇപ്പൊ എന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വക്കീലന്മാരെ കുറവ് തന്നെയാണ്. കാരണം വക്കീലന്മാര് വാദിക്കണോർത്താണ് പിന്നെ ദിലീപ് പ്രതിയാണോ, ഇനിയിപ്പോ ഏത് പ്രതി ആയാലും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കാശിൻ്റെയൊക്കെ നടക്കും. നമ്മളെ ഇന്ത്യയിൽ ഇപ്പൊ അങ്ങനെയാണ്. അതായത് ഇപ്പൊ രാഷ്ട്രീയക്കാരെ കേസ് വരികയാണെങ്കിൽ ഏറ്റവും വലിയ വക്കീലന്മാരെ കുറഞ്ഞ് ബാധിക്കും. ഇത് മറ്റുള്ളവർ കേസായതുകൊണ്ട് ഏതെങ്കിലും ലോക്കൽ ആശകളെ കുറഞ്ഞ് ബാധിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. പലപ്പോഴും നമ്മുടെ നിയമവ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം പ്രഗത്ഭരായ അഭിഭാഷകർ ഒരു ഭാഗത്ത് നിൽക്കാൻ സ്വാഭാവികമായും ആ കേസിന് അനുകൂലമായി അവർക്ക് അനുകൂലമായ രീതിയിലേക്ക് വിധികൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അവർ നിയമത്തിൻ്റെ കൃത്യമായ വ്യവസ്ഥകളും സാധ്യതകളും പരമാവധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ കാര്യത്തെ കോടതിയിൽ അവതരിപ്പിക്കാനുള്ള മികവ് അവർക്കുണ്ട്. അതിൻ്റെ ഗുണം അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. എപ്പോഴും കോടതി നോക്കുന്നത് കോടതി ഒരു കുറ്റകൃത്യത്തിന് സാക്ഷിയല്ല. അപ്പോൾ അവിടെ തെളിവുകളും സാക്ഷിമൊഴികളും ഒക്കെയാണ് കോടതിയെ സംബന്ധിച്ച് പ്രധാനമാകുന്നത്. അടുത്തത് ശ്രീ വിജയനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ വിജയനിലേക്ക് കടക്കും മുമ്പ് നമുക്ക് വിജയൻ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് രണ്ട് യൂട്യൂബിലെ കമൻറ്റുകൾ കൂടി വളരെ വേഗത്തിൽ വായിക്കാനുണ്ട്. സുനിൽകുമാർ പറയുന്നു, ദിലീപ് ഇത് ചെയ്യുന്നത് നമ്മളാരും കണ്ടിട്ടില്ല, കോടതിക്കും ബോധ്യപ്പെട്ടില്ല, അപ്പോൾ കോടതി വിധി മാനിക്കുക, ഗൂഢാലോചന ആരായാലും പുറത്തു വരേണ്ടതാണ് എന്ന് പറയുന്നു. ജയകുമാർ നമസ്കാരം പറയുന്നു, കൊട്ടേഷൻ കൊടുത്ത ആര് എന്നുള്ള ചോദ്യമാണ് ശ്രീദേവി ഉന്നയിക്കുന്നത്. ദിലീപും മുകേഷും വ്യാജനും തെറ്റുകാർ എന്ന് സമൂഹത്തിനറിയാം, കോടതി ദിലീപിനെ വെറുതെ വിട്ടു, തെളിവുകളില്ല എന്ന് പ്രമോദ് നാണു പറയുന്നു. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെട്ടതെന്നതല്ലേ നമ്മുടെ നിയമം, ഒരാളെ കുറ്റക്കാരനാക്കാൻ നമുക്ക് എന്താ അവകാശം, സത്യം തെളിയാത്തത് പ്രോസിക്യൂഷൻ്റെ കഴിവുകേട് എന്ന് പറയുന്നു സുനിൽകുമാർ. പിന്നീട് ദിലീപാണ് ഇത് ചെയ്യിച്ചതെന്ന് കോടതി കണ്ടെത്തിയില്ല എന്നുള്ളത് കാട്ട്സർ എന്ന് പറയുന്നത്, കാട്ട്സർ എന്നാണ് തോന്നുന്നു പേര് എഴുതിയിരിക്കുന്നത്. പിന്നെ പുഷ്പനാഥൻ PK, ഈ നാട്ടിൽ വലിയ കൊള്ള, ജനം ചിന്തിക്കുന്നു എല്ലാവരും കൊള്ളക്കാരെന്ന് പറയുന്നു. കോടതി വിധി പ്രകാരം ദിലീപ് വെറുതെ എന്താണ് ക്രിസ് സംഗി എന്നൊക്കെ എഴുതിയേക്കുന്നത്.
കേരളത്തിൽ ആരും കോടതിയുടെ നിരീക്ഷണത്തോട് യോജിക്കുന്നില്ല. രഘുനന്ദനൻ തിരുവില്ലാമരമാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. കുറ്റക്കാർക്ക് ശിക്ഷ കിട്ടും, അപ്പോൾ അപ്പീൽ പോകുന്ന സർക്കാരുകൾ, വെറുതെ വിട്ടാലും അപ്പീലിന് പോകുന്ന സർക്കാരുകൾ, അവിശ്വാസ പ്രമേയം സർക്കാരുകളുടെ കളി മാത്രം എന്ന് പറയുന്നു. എന്താണെന്ന് മനസ്സിലായില്ല. പുഷ്പനാഥൻ PKയുടേത്. ശ്രീന വിവേക് പറയുന്നു, കോടതി വിധിയെ മാനിക്കുക, പ്രോസിക്യൂഷൻ പരാജയമായിരുന്നു, അതുകൊണ്ട് കേസ് തോറ്റു, അത് മറച്ചുവെക്കാൻ ജഡ്ജി എന്തിനു കുറ്റം പറയണം, ദിലീപ് അല്ലെങ്കിൽ പിന്നെ ആര്, അത് പോലീസ് കണ്ടുപിടിക്കണം എന്ന് പറയുന്നു. നമ്മൾ ജഡ്ജിയെ ഒന്നും കുറ്റം പറഞ്ഞു ഒന്നുമില്ല, വിധിയാണ് നമ്മൾ കുറ്റം പറയുന്നത്. വിധിയിൽ ആളുകൾക്ക് അവിശ്വാസം കൂടുതൽ പേർക്കുണ്ട്. സമീപകാലത്തൊന്നും ഒരു വിധിയിൽ ഇത്രത്തോളം അവിശ്വാസം സാധാരണ ജനങ്ങളടക്കം പ്രകടിപ്പിച്ചിട്ടില്ല. അത്തരമൊരു അവിശ്വാസം ജനത്തിനുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ആ അവിശ്വാസമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജയൻ ചേട്ടൻ എന്തായാലും മറ്റ് ചില ചർച്ചകൾ കൂടി എന്ന നിലയിൽ നടക്കുന്നുണ്ട്. നമുക്ക് അല്ല, ഒരു സുനിൽകുമാർ വീണ്ടും എഴുതിയിരിക്കുന്നു, നമ്മുടെ രാഹുലും ദിലീപും ഒക്കെ ഒഴിവാക്കി വേറെ വിഷയം എടുക്കണ്ടേ, സ്വർണ്ണക്കൊള്ള സർക്കാരും ചാനലുകാരും മുക്കി എന്ന് പറയുന്നു. സ്വർണ്ണക്കൊള്ളയൊക്കെ എത്രയോ ദിവസം ചർച്ച ചെയ്തതാണ് നമ്മൾ, അല്ലാതെ നമ്മളാരും സ്വർണ്ണക്കൊള്ള മുക്കിയെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? 8-9 ദിവസം തന്നെ പൊതുവേദി പല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. രാഹുലിൻ്റെ വിഷയവും നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്ത് ഇന്നലെ അടക്കം ചർച്ച ചെയ്തതാണ്. ഇന്നാണ് ഈ വിഷയത്തിലേക്ക് വന്നത്. ശ്രീ വിജയനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ വിജയൻ, താങ്കൾ എങ്ങനെയാണ്, താങ്കൾ ആ വിധിയിൽ താങ്കൾക്ക് ഒരു സംതൃപ്തി ഉണ്ടോ, അതോ വിധിയിൽ ഒരു അവിശ്വാസമാണോ ഉള്ളത്? നമസ്തേ സാറേ. നമസ്തേ. ശരിക്കുള്ള ഒരു അതിജീവിതയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട് സാറേ, അതിജീവിത അല്ലാത്ത ആളുകളെയും ചാനലുകാരും പത്രക്കാരും പത്രപ്രവർത്തകരും എല്ലാം അതിജീവിത എന്ന് പറഞ്ഞ് ഒരുപാട് ഇതിനകത്ത് കൊണ്ടുവന്ന് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് എനിക്കിനി വേറൊരു കാര്യം, കോടതിയുടെ കാര്യങ്ങൾ, കോടതിയുടെ നിയമം അനുസരിച്ച് അവർ ചെയ്തോട്ടെ, അതിന് അപ്പീൽ പോകാമല്ലോ സാറേ. എനിക്കും ഇപ്പൊ ഇതിനകത്തൊരു കക്ഷി പറഞ്ഞ കണക്ക് എനിക്ക് പറയാനുള്ളത്, ഈ ശബരിമല വിഷയം വളരെയധികം തണുത്തു. അത് ചോദിക്കാനും പറയാനും പത്രക്കാരും ഇല്ല, ഇവിടെ ആരുമില്ല, ഒരു മനുഷ്യനും ഇല്ല. അതിന്റെ കാര്യമാണ് ഇവിടെ പറയേണ്ടുന്നത്. ഇതൊരു വലിയ വിഷയമല്ല, ഇത് കോടതിയിൽ പോകാവുന്ന കേസേ ഉള്ളൂ. ഹൈക്കോടതിയിൽ പോവാം, അതിന് മേലെ വേറെ കോടതിയുണ്ട്. കോടതികളിലെല്ലാം പോയി ഈ കാര്യത്തിന് എന്തെങ്കിലും ഒരു തീരുമാനമാക്കാം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ സാറേ. ശരി, ഓക്കെ. എന്തായാലും ശ്രീ വിജയനാണ് കൊല്ലത്തുനിന്ന് പ്രതികരിച്ചത്. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ മടങ്ങി വരാം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലെ നടിയെ ആക്രമിച്ച കേസിൽ വിധി വരികയും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായ പൾസർ സുനി അടക്കം 6 പേർ ശിക്ഷിക്കപ്പെടുകയും അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ദിലീപ് അടക്കമുള്ളവരെ വെറുതെ വിടുകയും ചെയ്തു. ഈ വിധിയിൽ വ്യാപകമായ രീതിയിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അവിശ്വാസം ആളുകൾ രേഖപ്പെടുത്തുന്നു. ആ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ വേണുഗോപാലാണ് എറണാകുളത്ത് നിന്നും. ശ്രീ വേണുഗോപാൽ, താങ്കൾ എങ്ങനെയാണ് ആ കോടതി വിധിയെ വിലയിരുത്തുന്നത്? ഞാൻ പറയുന്നത്, ഈ കോടതി വിധി പറഞ്ഞോളൂ.
ഈ കോടതി വിധിയെ കേരളം അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? ഈ കോടതി വിധിയെ കേരളത്തിലുള്ള ഒരുവിധം മുഴുവൻ ആൾക്കാരും അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായ സർവേ നടത്തി നോക്കിയിട്ടുണ്ടോ? എല്ലാം ഈ കേരളത്തിൽ ഈ കേസ് ഉണ്ടായ പോലെ ഒരുപാട് ആളുകൾ ദിലീപിനെ അനുകൂലിച്ച് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ദിലീപ് അങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കോടതി പരമാർത്ഥം കണ്ടുപിടിച്ചു, അതൊരു വിധിയായിട്ട് വന്നു. എന്നിട്ടും ഇവിടുത്തെ ചാനലുകാർക്ക് യാതൊരു തൃപ്തിയായിട്ടില്ല. വീണ്ടും വീണ്ടും അങ്ങേരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങേരെ എന്റെ അഭിപ്രായത്തിൽ തിരിച്ചൊരു കേസ് കൊടുത്ത് ഇതിന്റെ പുറകെയുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം യാതൊരു കാരണമില്ലാതെ അങ്ങനെ കേസ് കൊടുക്കട്ടെ. അദ്ദേഹം കേസ് കൊടുത്ത് അതിന്റെ പുറത്ത് ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആ ഗൂഢാലോചനയൊക്കെ പുറത്ത് കൊണ്ടുവരട്ടെ. നാളെ വിധി വരുമ്പോ എന്റെ അഭിപ്രായത്തിൽ ആ വിധിയിൽ തന്നെ കാണും. ഇങ്ങനെ നിരപരാധിയായ ഒരാളെ ഈ പോലീസുകാരെ പീഡിപ്പിച്ച് പ്രതിയാക്കിയ കാര്യം എന്റെ അഭിപ്രായത്തിൽ ആ വിധിയിൽ തന്നെ കാണും. അത് നോക്കാം. താങ്കൾ പറയുന്നത് ദിലീപിനെ ആളുകൾ വേട്ടയാടുകയാണ് എന്നാണോ? തീർച്ചയായിട്ടും. ഇവിടെ ഒരു ചാനലുണ്ട് 24. ചോദിച്ചല്ലോ, താങ്കൾ കേരളത്തിലെ സോഷ്യൽ മീഡിയ എടുത്താലും കേരളത്തിലെ പൊതുനിരത്തിൽ തന്നെ പരസ്യമായ ആളുകൾ പ്രതികരണവുമായി വരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു വിധിക്കെതിരെ സാധാരണഗതിയിൽ അങ്ങനെ ഇത്തരം പ്രതികരണങ്ങൾ ഇത്രത്തോളം വരാറില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട ആളുകളിലൊക്കെയും പ്രതികരണം വന്നത് വിധിക്കെതിരായ നിലപാടും വിധിയിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പ്രതികരണം വന്നത്. ഈ കൊട്ടേഷൻ സംഘം എന്ന് പറഞ്ഞാൽ അവർക്ക് ആരെങ്കിലും ഒരാൾ കൊട്ടേഷൻ കൊടുക്കാതെ, അത് ദിലീപാണല്ലെങ്കിൽ മറ്റൊരാൾ കൊട്ടേഷൻ കൊടുക്കാതെ എന്തായാലും ഇവർ സ്വയമേ ഒരു ദിവസം പൾസർ സുനിക്ക് തോന്നി ഇങ്ങനെയൊക്കെ ഒരു ബലാത്സംഗം നടത്തി അതിൻ്റെ വീഡിയോ ചിത്രീകരിക്കാമെന്നും ചെയ്യില്ലല്ലോ. അങ്ങനെയൊക്കെ ചെയ്യണമെന്നതിന് പിന്നിൽ ഏതെങ്കിലും ഒരു സാമ്പത്തിക ശക്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവരെക്കാൾ പവർഫുൾ ആയ ഒരാളുണ്ടല്ലോ. അത് ആര് എന്നുള്ള ചോദ്യമില്ലേ? അല്ല, ഉണ്ടായിരിക്കാം. അത് കണ്ടുപിടിക്കേണ്ടത് പോലീസല്ലേ? അത് പോലീസ് തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. ഈ ചാനലുകാരും ഇത്ര ശക്തിയായിട്ട് വാദിക്കും, ഞാൻ പേരുകൾ പറഞ്ഞിട്ട് വെറുതെ കുഴപ്പത്തിലാകുന്നില്ല, ശക്തിയായിട്ട് വാദിക്കുന്നവരും ഒക്കെയാണ് ആ കൊട്ടേഷൻ എടുത്തിരിക്കുന്നത്. ദിലീപിനെ പുറത്താക്കാൻ എന്തായാലും ചാനലുകാർക്കാർക്കും ദിലീപിനെതിരെയുള്ള കൊട്ടേഷൻ എടുക്കേണ്ട കേരളത്തിലെ ചാനലുകൾക്കൊന്നുമില്ല. എല്ലാവരും ഞാൻ പറഞ്ഞില്ല, എല്ലാവന്നല്ല, ഒരു ചാനലിലും അങ്ങനെ കേരളത്തിലെ ദിലീപിനെതിരെ കൊട്ടേഷൻ എടുക്കേണ്ട ഗതികേടൊന്നും അങ്ങനെ ഗതികെട്ട ചാനലുകളൊന്നുമില്ല. ഞാൻ ന്യൂസ് 18 പറഞ്ഞത്. വേറെ ചില ചാനലുകള് ഈ കേസ് ഉണ്ടായപ്പോ ഞാൻ അതിലുണ്ടായിരുന്ന അവതാരകരുടെ പേര് വേണമെങ്കിൽ പറയാം. അതിനിപ്പോ ഒരു റൂമറുണ്ട്. അതായത് ദിലീപ് സാമ്പത്തിക സഹായം ചെയ്യാമെന്ന് പറഞ്ഞൊരു ചാനലില് ഒരു പ്രധാന വ്യക്തിക്ക് സാമ്പത്തിക സഹായം ചെയ്തില്ല. അതുകൊണ്ട് അവര് ആ അത് നേരെ പറയാമല്ലോ. എന്നോട് സാമ്പത്തിക സഹായം ചോദിച്ചോ, ചെയ്യാത്തതിന്റെ പേരിൽ എനിക്കെതിരെ വാർത്ത കൊടുക്കുന്നു പറഞ്ഞ് ഒരു കേസ് കൊടുക്കാമല്ലോ. അയാളുടെ കേസ് എങ്ങനെയെങ്കിലും ഒഴിവായി പോകാൻ വരണോ അതോ ഇതിനെതിരായിട്ട് പറയണോ? ഇനിയിപ്പോ അയാൾ വരിഞ്ഞ് പറയുമായിരിക്കും, തീർച്ചയായിട്ടും പറയും. കാരണം ഇതിൽ നിങ്ങൾക്കറിയാം, അയാൾ കൊടുത്ത കേസിൽ മൊഴിയെടുക്കാനെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അയാൾക്കൊരു മുൻകൂർ ജാമ്യം എടുക്കാനുള്ള അവസരം പോലും നിഷേധിച്ച് പോലീസ് നടത്തിയ നരനായാട്ടാണത്. ഇത് ശരിക്കും ഈ കേസ് ഓരോ പോയിന്റ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്നു. കാരണം ഈ കേസിന്റെ താങ്കൾ എങ്ങനെയാണ് കരുതുന്നത്? ഈ പെൺകുട്ടിയെ ആക്രമിക്കാൻ വേണ്ടി ഈ ഗുണ്ടകൾ സ്വയം തീരുമാനമെടുത്ത് പോയി ആക്രമിച്ചാണെന്നാണ്? തീരുമാനമെടുത്തല്ല, ഈ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ആരോ ചെയ്തതാണ്. അത് ആരാണെന്ന് അന്വേഷിക്കണമെന്നേ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ സുഭാഷ് ആണ്, കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുഭാഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ജയാണ് കൊല്ലത്ത് നിന്നും. ശ്രീമതി ജയ, ദിലീപിൻ്റെ കേസിൽ അല്ലെങ്കിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ 6 പേർ കുറ്റക്കാരാണെന്നും ദിലീപ് അടക്കമുള്ളവർ കുറ്റവിമുക്തരാണെന്നും കോടതി പറയുമ്പോൾ കേരളത്തിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇതിനെതിരെ പരസ്യമായി അവിശ്വാസം രേഖപ്പെടുത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നു. സമീപകാലത്തൊന്നും ഒരു കേസിനെതിരെ ഇത്രത്തോളം ആളുകളുടെ ഒരു അവിശ്വാസം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായില്ല. താങ്കൾ എങ്ങനെയാണ്, ഏത് തരത്തിലാണ് ആ വിധിയെ കാണുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരം. ഞാനും അവിശ്വസിക്കുകയാണ് ആ വിധിയെ. കാരണം ഈ അതിജീവിത എന്ന് പറയുന്ന ആ പെൺകുട്ടി 8 വർഷമായിട്ട് അനുഭവിച്ച ആ ഒരു വിഷമം നമുക്ക് എല്ലാവർക്കും ഈ ചാനലുകൾ വഴിയൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവൾക്കൊപ്പമാണ്. ഗവൺമെന്റ് അപ്പീൽ കൊടുത്ത് ഇതിനുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം, ആരായാലും. ഇപ്പൊ എക്സ് ഓർ വൈ നമുക്കറിയാൻ വയ്യ. പൾസർ സുനി പറയുന്നത് ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്നാ. ആ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന ആരാണെന്നും എത്ര പൈസ കൊടുത്തിട്ടുണ്ടെന്നും ഒക്കെ ഉള്ളത് നമ്മുടെ പന്തിന് ഇപ്പം നമ്മുടെ ഗവൺമെന്റിന്റെ കോർട്ടിലാണ്. അത് ശരിയായി വരട്ടെ. ഞാൻ എപ്പോഴും ആ കൊച്ചിന്റെ കൂടെ തന്നെയാണ്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ തങ്കച്ചനാണ്, കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കൾ ഈ വിധിയെ ഏത് തരത്തിലാണ് വിലയിരുത്തുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ഈ വിധിയൊക്കെ തീർച്ചയായിട്ടും കോടതി കാണിച്ചിരിക്കുന്നത് നല്ലൊരു നീതിയാണ് കാണിച്ചിരിക്കുന്നത്.
ദിലീപ് കുറ്റക്കാരനെന്ന് തീർച്ചയായിട്ടും കോടതി കണ്ടെത്തിയതിനെ പറ്റി മാത്രമാണല്ലോ വന്നിരിക്കുന്നത്. എന്റെ രീതിയിൽ ഞാൻ ഈ കണ്ട കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ചാനലുകളിലെ വാർത്തകളും മറ്റെല്ലാം പരിശോധിച്ച് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് ദിലീപിന് കൊട്ടേഷൻ കൊടുത്തതാണ് മലയാള സിനിമ. കാരണം മലയാള സിനിമയിൽ വളർന്നു വരുന്ന യുവനടന്മാര്, അതിനുപരിയായിട്ട് നടന്മാരുടെ മക്കൾ വളർന്നു വരാൻ തടസ്സപ്പെടുന്ന രീതിയിൽ വന്നപ്പോൾ ദിലീപ് മലയാള സിനിമ പിടിച്ചിറക്കിയപ്പോൾ ദിലീപിനെ എങ്ങനെയും താഴ്ത്തിക്കടന്ന രീതിയിൽ കൊണ്ടുവരുന്ന കൊട്ടേഷന്റെ ഭാഗമാണ് വെടിയാടായതാണ് ദിലീപ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം തങ്കച്ചൻ, ഈ മലയാള സിനിമയിൽ മക്കൾ ഉള്ള പ്രധാനപ്പെട്ട നടന്മാർ പലരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ദിലീപ് പക്ഷക്കാരും ദിലീപിന് വേണ്ടി വലിയ രീതിയിൽ പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്ത ആളുകളാണ്. അവരാരും അങ്ങനെ അതിജീവിതയ്ക്കൊപ്പം എന്നൊക്കെ പുറമേക്ക് പറയുമ്പോഴും അങ്ങനെ ഒന്നും നിന്ന ആളുകളല്ല എന്നുള്ളതും ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ പിന്നെ അവർ കൊട്ടേഷൻ കൊടുത്തു അതിൽ എന്താണ് കാര്യം? സാർ, ഞാൻ പറഞ്ഞു നായന്മാര് ഈ ദിലീപ് ഞങ്ങളുടെ അടുത്തുള്ളൊരു ജഡ്ജമാൻ ഗോവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കാണാൻ സമയം കിട്ടിയില്ല. ആ ജഡ്ജമാൻ ഗോവിൽ തീർച്ചയായിട്ടും അങ്ങോട്ട് കാര്യങ്ങൾ വഴിപാടുകൾ നടത്തി കഴിയുമ്പോൾ ന്യായമായൊരു വിധി കിട്ടുന്നതാണ്. സത്യത്തിൽ ദിലീപ് തെറ്റിദ്ധരിച്ചു. ഓരോ സ്ഥലത്ത് ഓരോരുത്തരുടെ ഓരോ വിശ്വാസങ്ങളും ഒക്കെ അല്ലേ, അല്ലാതെ എങ്കിൽ പിന്നെ എല്ലാവരും അതിനകത്ത് നമുക്ക് അത് ഓരോ ആളുകൾക്ക് പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. അതിന്റെ ശാസ്ത്രീയതയൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതും ഈ വിധിയുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇല്ല, അതാ പോയി ഞാൻ പറഞ്ഞു ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തീർച്ചയായിട്ടും കോടതിക്ക് തോന്നേണ്ടി പറ്റില്ലാണല്ലോ. ആയിരിക്കും, ഞാൻ പറയുന്നില്ല അങ്ങനെ. പക്ഷേ ഈ കൊട്ടേഷൻ ഇവരെ ഈ പൾസർ സുനിയും 6 ഗുണ്ടകളോടെ ചേർന്ന ഒരു സുപ്രഭാതത്തിൽ എന്നാൽ ഒരു നടിയെ കൊണ്ടുപോയേക്കാം, എങ്ങനെയൊക്കെ ചെയ്തേക്കാം, വീഡിയോ ചിത്രീകരിക്കാം എന്നൊന്നും പറഞ്ഞ് പോയതല്ലല്ലോ. അവർക്ക് എവിടുന്നെങ്കിലും കൃത്യമായ ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ട്, അവർക്ക് അതിനുള്ള സാമ്പത്തിക സഹായം കിട്ടിയിട്ടുണ്ട്, അതിനുള്ള നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്, എന്നിട്ടല്ലേ അവർ ചെയ്യുന്നത്. അല്ല കൊട്ടേഷൻ സംഘത്തിൽ ഒരു ദിവസം സുപ്രഭാതത്തിൽ പോയി ഇങ്ങനെയൊന്നും ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ലല്ലോ. അല്ല, ഞാൻ പറയുന്ന കാരണം എല്ലാ ചാനലുകളിലും വന്നിരിക്കുന്ന വാർത്താനുഷ്ഠാനത്തിലാണ് പറയുന്നത്. ഞാനും എല്ലാ ചാനലും കാണുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ ചാനലും വന്നിരിക്കുന്നത് നമുക്ക് റിപ്പോർട്ടർ ചാനൽ ഏറ്റവും കൂടുതൽ ദിലീപിനെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ താങ്കളുടെ അഭിപ്രായം പറയൂ. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ദിലീപിന് നീതിയായ ഒരു മാർഗം കോടതി കണ്ടു. ദിലീപ് കുറ്റക്കാരനല്ലെന്നും മനസ്സിലായതിനെ പറ്റി മാത്രമാണ് കോടതി വന്നിരിക്കുന്നത്. അല്ലാതെ ദിലീപിന്റെ മറ്റൊരു കാരണമോ ഒന്നുമല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ രാധാകൃഷ്ണനാണ്, വൈറ്റിലയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിധിയെ വിലയിരുത്തുന്നത്? താങ്കൾക്ക് ഒരു തൃപ്തികരമായ വിധിയായിട്ടാണോ അതോ ആ വിധിയിൽ ഒരു അവിശ്വാസമുണ്ടോ? നമസ്കാരം. നമസ്കാരം. നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്നാണ്. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ വന്നേക്കണേല് ദിലീപ് ആ കേസ് എടുക്കുമ്പോൾ തന്നെ, അതായത് ഇതിനകത്ത് പാളിച്ചുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. ശരിക്കും അവരെക്കെതിരെ നടപടി വേണം. കാരണം വെച്ചാല് ഈ ഇതിനകത്ത് വന്നേക്കുന്ന 8ാം പ്രതിയാണ് ദിലീപ്. അപ്പൊ ദിലീപ് 8ാം പ്രതി ആകുമ്പോഴത്തേക്ക് 6 പ്രതികളെ ശിക്ഷിച്ച് കോടതിയുടെ മുന്നിൽ അവര് എല്ലാം പരിശോധിച്ചു. അതിന് അന്വേഷണ ഉദ്യോഗസ്ഥര് വർഷങ്ങളെടുത്ത് പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തി, മൊബൈലും മറ്റ് രീതിയിലൊക്കെ എല്ലാം അന്വേഷണങ്ങൾ നടത്തിയിട്ടാണ് ഈ ശിക്ഷ ഇത് കൊടുത്തേക്കണത്, കുറ്റപത്രം കൊടുത്തേക്കണത്. അപ്പൊ അന്വേഷണത്തിൽ കുറ്റപത്രങ്ങളെ കൊടുത്ത് അത് കോടതി പരിശോധിച്ച് കോടതിയുടെ മുന്നിൽ ദിലീപിനെ പ്രതിയായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ്. കാരണം അത് ഇതിനകത്ത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്തമാണ്. കാരണം പ്രഗത്ഭരായ ഒത്തിരി ഉദ്യോഗസ്ഥന്മാരെ ഇത് നേതൃത്വം കൊടുത്താണ് ഇത് അന്വേഷിച്ചിട്ട് ഇങ്ങനെ ഒരു ഇത് വന്നെങ്കിൽ അതിന്റെ ഉത്തരവാദി കോടതിയൊന്നുമല്ല, അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാര് മാത്രമാണ്. കാരണം കോടതിയുടെ മുന്നിൽ വന്നതിന്റെ അനുസരിച്ചേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്തെങ്കിലും ഒരാൾ പ്രതിയാണെങ്കിൽ അത് മാറ്റിയിട്ട് അവരങ്ങനെ ഒരു വിധിയൊന്നും പറയില്ലല്ലോ. അപ്പൊ ഇതിനകത്ത് വന്നേക്കണ ഇതാണ് പ്രശ്നം. ശ്രീ ബാലേന്ദ്രനാണ്, ഉത്തർപ്രദേശിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബാലേന്ദ്രൻ, താങ്കൾക്ക് ഉത്തർപ്രദേശിൽ നിന്ന് നോക്കുമ്പോൾ താങ്കൾ നിരന്തരം ഫോളോ ചെയ്ത ഒരു കേസ് തന്നെയായിരിക്കും ഇത്. ഇതിലെ ഈ വിധിയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമസ്കാരം. നമസ്കാരം. ഞാൻ ആദ്യം നമ്മൾ തമ്മിൽ വല്ല ശത്രുതയൊന്നും ഇല്ലല്ലോ. എന്തു പറ്റി ശ്രീ ബാലേന്ദ്രൻ? അല്ല, ഞാൻ ഒരുപാട് കുറെ പ്രാവശ്യം വിളിച്ചിട്ട് എനിക്ക് കിട്ടില്ല. ബാലേന്ദ്രൻ അങ്ങനെയല്ല. നമ്മള് ഇതിനകത്ത് വിളിക്കുന്ന ആളുകളെ 4 കോളുകൾ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കും. ഒരു കോള് കട്ടാകുമ്പോൾ അടുത്ത വരുന്ന കോള് നമ്മൾ സ്വീകരിക്കും. അല്ലാതെ ഏതെങ്കിലും ആളിനെ നോക്കിയല്ല നമ്മൾ ആരാണ് വിളിക്കുന്നത് നമുക്കറിയില്ല. ലാൻഡ്ലൈനിലേക്ക് വരുന്ന കോളുകൾ നമുക്ക് ആവേശമുള്ളതുകൊണ്ട് പൊരുതിയിട്ട് ഇപ്പൊ ഈ സമയത്താണ് കിട്ടിയത്. അത്